ഹലോ. ഹായ് ഫ്രണ്ട്സ്. ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പം ഞങ്ങളിന്ന് ലൈവിൽ വന്നിരിക്കുകയാണ്. എനിക്കിന്നൊരു പുതിയൊരു ഗസ്റ്റ് ഉണ്ട്. സൗമ്യ അയർലൻഡിൽ നിന്നാണ്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു നല്ലൊരു ഡിജിറ്റൽ ബിസിനസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേരൻസ് അതേപോലെ ഒത്തിരി ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും വീട്ടിലിരുന്ന് ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റണേന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ നല്ലൊരു അവസരം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫ്രീ ടൈം മാത്രം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും തന്നെ പുതിയ പുതിയ ആൾക്കാരുമായിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ഒത്തിരി ആൾക്കാർ ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നത്. പിന്നെ അതുമല്ല ഒരുപാട് പ്രൊഫഷണൽ ജോലിക്കാർ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഞങ്ങളുടെ എക്സ്പീരിയൻസസ് ഡിജിറ്റൽ ബിസിനസ്സിലുള്ള എക്സ്പീരിയൻസസ് ഇപ്പൊ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ നിഷ, UK എന്നാണ്. നേഴ്സിംഗ് ആണ് ഒരു പ്രൊഫഷൻ. ഇപ്പോൾ ഡിജിറ്റൽ ബിസിനസ് മാത്രമാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നു. പിന്നെ ഞാനൊരു പ്രൗഡ് ഡിജിറ്റൽ ബിസിനസ് ഓണർ കൂടിയാണ്. അപ്പൊ അത്രയാണ് അതിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ സൗമ്യ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓക്കെ നിഷ, എൻ്റെ പേര് സൗമ്യ എന്നാണ്. ഞാൻ അയർലൻഡിലാണ് ഫാമിലിയായിട്ട് സെറ്റിൽ ആയേക്കുന്നത്. ഹസ്ബൻഡും 2 പെൺമക്കളാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ അയർലൻഡിൽ വന്നിട്ട് കുറച്ചധികം വർഷങ്ങളായി. 2006 ഞങ്ങൾ വന്ന 19 വർഷമായി. ഞാൻ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡും ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ഡിജിറ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1.5 വർഷമായി. അപ്പോൾ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. താങ്ക് യു സൗമ്യ. അപ്പൊ ഞാൻ ഈ ബിസിനസ് താങ്ക് യു. അപ്പൊ ഞാൻ ഈ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് വീട്ടിലിരുന്ന് ഒരു എക്സ്ട്രാ ഇൻകം വേണമായിരുന്നു. ഞാനൊരു സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ പോകുമായിരുന്നു. അപ്പൊ നമ്മളൊരു നഴ്സിംഗ് ജോബ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് എല്ലാം ചെയ്യണം. പിന്നെ ചിലപ്പോൾ വീട്ടിൽ വന്ന് നമുക്ക് ഉറങ്ങാനും സമയം കിട്ടത്തില്ല. പിന്നെ ഞാനിപ്പോ എനിക്ക് 4 മക്കളാണ് ഇവിടെ. അപ്പൊ എനിക്ക് ഇളയ മോള് ജനിച്ചു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ സമയമില്ല, ഉറങ്ങാനും ടൈമില്ല, മക്കളെ നോക്കണം, അവരെ കെയർ ചെയ്യാൻ സമയമില്ല. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവിടെ 2 ഷോപ്പാണുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് ഫുൾ ടൈം ബിസിയാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കും എന്തെങ്കിലും ഒന്ന് വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റിയെങ്കിൽ. ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ പോകുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒന്ന് കുറച്ചു നേരം ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഗൂഗിളിലൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി എന്താണ് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പോഴാണ് എന്തോ ഒരു ദൈവാനുഗ്രഹം പോലെയാണ് ഞാൻ ഈ ബിസിനസിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടത്. അപ്പൊ ഞാനൊരു യൂട്യൂബിൽ എന്തോ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്യുമ്പോഴാണ് എനിക്കൊരു അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടു ഡിജിറ്റൽ ബിസിനസിനെ പറ്റി. അപ്പൊ ഞാൻ അത് നോട്ടീസ് ചെയ്തു. കാരണം അത് ആ അഡ്വർടൈസ്മെന്റ് ചെയ്തത് UK സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു UK സയന്റിസ്റ്റ് ആണ്, അത്രയും നല്ലൊരു ജോബുള്ള ഒരാള് ഈ ഡിജിറ്റൽ ബിസിനസ് ചെയ്യണമെങ്കിൽ അത് നല്ലൊരു അവസരമായിരിക്കുമല്ലോ എന്ന് ഞാനും ഓർത്തു. അപ്പൊ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ ഉടനെ അവരുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. പിന്നെ അവരെ കോൺടാക്ട് ചെയ്തു. ഈ ബിസിനസിനെ പറ്റി സംസാരിച്ചു. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. പ്രത്യേകിച്ച് ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്തത് അവരൊരു മലയാളിയും കൂടിയായിരുന്നു. ഞാൻ ശരിക്കും അവരെ ട്രസ്റ്റ് ചെയ്തു. അപ്പൊ ഇത്രയും നല്ലൊരു ജോബുള്ള ഒരാള് ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വേറെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് എന്തായാലും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം, എനിക്ക് എന്റെ മക്കളെ നോക്കണം, എനിക്ക് ഫാമിലി സമയം വേണം. അതുകൊണ്ട് തന്നെ ഉടനെ ഞാൻ ഈ ബിസിനസ്സിൽ ജോയിൻ ആയി. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും നല്ലൊരു അവസരം ഞാൻ അന്ന് അതിൽ ജോയിൻ ആയില്ലെങ്കിൽ എനിക്ക് ശരിക്കും അത് മിസ്സായി പോയേനായിരുന്നു. അപ്പൊ അതിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എനിക്കിപ്പോ ഈ ലൈവ് ഇന്റർവ്യൂസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വരെ എനിക്ക് കിട്ടിയത് ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് പേഴ്സണൽ ഡെവലപ്മെന്റിനും നല്ല രീതിയിലുള്ള ഇൻകം വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് ഇൻകം ഉണ്ടാക്കാനും പറ്റിയ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ സൗമ്യയോട് എനിക്ക് ചോദിക്കാം, സൗമ്യ എന്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത്, എങ്ങനെയാണ് ഈ അവസരം എങ്ങനെ കണ്ടിരുന്നു എന്ന് പറയാമോ? അതെ, തീർച്ചയായിട്ടും നിഷ, ഞാൻ പറയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 2006 അയർലൻഡിൽ വന്ന ആൾക്കാരാണ്. 19 വർഷമായി ഞങ്ങൾ വന്നിട്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മൂത്ത മോൾ ഉണ്ടായത് 2009 അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയി. പക്ഷെ മോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്ത് കുറെ വർഷങ്ങളായി. രണ്ടാമത്തെ മോൾ ഉടനെ ഉണ്ടായി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു ടൈമേ കിട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ ബിസി ലൈഫാണ്. ഓപ്പോസിറ്റ് ഡ്യൂട്ടി, മക്കളുടെ കാര്യം നോക്കുന്നു. അതിന്റെ ഇടയ്ക്ക് രണ്ടുപേരും തമ്മിൽ 2 ഇയർ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് കുറച്ചാൾ ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. കാരണം എല്ലാം കൂടെ പറ്റുന്നുണ്ടായില്ല.
അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കുറെ വർഷങ്ങൾ നമുക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് എന്തെങ്കിലും ചെയ്യണം, ഇത് മാത്രമായിട്ട് പോയാൽ ശരിയാവില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല. ഒരു ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് പുറത്ത് പോയി ഒരു സ്റ്റോർ ഇടാനോ അങ്ങനെയൊന്നും ഉള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ ഫുൾ ടൈം അവിടെ ആളുണ്ടാവണം. പിന്നെ ഒരു സ്റ്റോർ ഒക്കെ ഇടണമെങ്കിൽ ഉള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായില്ല. അപ്പൊ അങ്ങനെ ഒരു എന്തായാലും ഒരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഏണിംഗ് ിരിക്കുന്ന സമയത്താണ് ഇപ്പൊ നിഷ പറഞ്ഞ പോലെ ഞങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരു വീഡിയോ കാണുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് കാരണം ഫുൾ ടൈം ജോലിയുടെ കൂടെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും, ഫ്ലെക്സിബിൾ ആണ്, എവിടെ ഇരുന്ന് വേണേലും ചെയ്യാം എന്നൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളും കോൺടാക്ട് ചെയ്തു. പുള്ളിക്കാരിയെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം തന്നു, ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് എല്ലാം കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി റെഫറൻസ് ഒക്കെ എടുത്തു. ഇതിന്റെ ഒരു ജെനുവിനിറ്റി ഒക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മളും ഇത് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ എന്താ പറയുക, ഇത്രയും വർഷം പോയി. നിഷ പറഞ്ഞ കുറച്ചു നാൾ മുമ്പ് തുടങ്ങാൻ പറ്റാത്ത എന്താണെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇത്രയും വർഷം നമ്മള് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി നോക്കി 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 നമ്മുടെ പോയി. കാരണം പ്രത്യേകിച്ച് നമുക്ക് സേവിങ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഈ ഒരു 19 വർഷം ഉണ്ടായിട്ട് നമ്മുടെ കാര്യങ്ങളല്ല, നമ്മുടെ ബിൽസ് പേ ചെയ്യുന്നു, നമ്മുടെ മോർഗേജ് പോകുന്നു എന്നല്ലാതെ നമുക്ക് എൻഡ് ഓഫ് ദ മന്ത് നമുക്ക് സേവിങ്സ് ഒന്നും ഇല്ല. ഇപ്പൊ പിള്ളേർ വലുതായി, ഇനിയിപ്പോ അവരുടെ കോളേജ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ചെലവുകൾ കൂടുന്നല്ലാതെ കുറയുന്നില്ല, അവരുടെ കോളേജ് ഫീസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താ പറയുക, ഭയങ്കര ഒരു അത്യാവശ്യമായിട്ട് വന്നു നമുക്ക് വേറൊരു ഏണിംഗ്, സെക്കൻഡ് സ്ട്രീം ഓഫ് ഏണിംഗ് എന്ന് പറയാം. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ബിസിനസിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്തത്. താങ്ക് യു സൗമ്യ. അപ്പോ 1.5 വർഷമായി വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും. താങ്ക് യു സൗമ്യ. അപ്പൊ സൗമ്യ ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലിയുടെ ഒപ്പം തന്നെയാണ് ഇപ്പൊ ബിസിനസ്സും ചെയ്യുന്നത്. അപ്പൊ ഈ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഏത് ബിസി പേരൻസിനും ജോലിയുടെ ഒപ്പം തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ പലരും ഒരു കംപ്ലൈന്റ് പറയോ ഞങ്ങൾക്ക് സമയമില്ല. ഒത്തിരി പേര് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓരോ കാര്യത്തിൽ ഏർപ്പെട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിന്റെ ഒപ്പം ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം സമയമുണ്ട്. പക്ഷെ ഒരു ബിസിനസിന്റെ കാര്യം പറയുമ്പോൾ സായോ ഇതിനൊന്നും ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒന്നും ഓർക്കണം, നമുക്ക് എന്നാണ് ലൈഫിൽ ഒരു ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്ന് ഈ ബിസി ലൈഫിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയിൽ സമയം കിട്ടുന്നുണ്ടോ? ഇപ്പൊ എന്റെ കാര്യം തന്നെ ഇപ്പൊ എടുത്ത, എനിക്കിപ്പോ മക്കൾക്ക് ഹോളിഡേയ്സ് വന്നാൽ അപ്പൊ അവർക്ക് എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോ വേണമെങ്കിലും പോവാം. കാരണം ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ്, എപ്പോ വേണമെങ്കിലും പോവാം. എനിക്ക് ആരോടും പെർമിഷൻ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ സ്കൂൾ ഹോളിഡേയ്സ് ആണ്. അപ്പൊ ഞങ്ങൾ നാളെ സ്കോട്ട്ലൻഡിന് പോകാനിരിക്കോ, അതേപോലെ എവിടെ ഞങ്ങൾ എല്ലാ സ്ഥലവും സ്കൂൾ അവധി വന്ന മക്കളെയും കൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് കറങ്ങിയടിച്ച് നടക്കണം. കാരണം അവരും അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ മക്കൾ സ്കൂൾ കഴിഞ്ഞ് വന്നാലും അവർ അമ്മമാരുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ജോലി ചെയ്ത് നടന്ന ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലൂടെ നടന്ന ഇതൊന്നും പറ്റത്തില്ല. അപ്പൊ പ്രത്യേകിച്ച് അമ്മമാർ ആഗ്രഹിക്കുന്ന അവർക്ക് മക്കളെ കെയർ ചെയ്യാനും കൂടുതൽ സമയം അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഏത് ബിസി പ്രൊഫഷണലായ ആൾക്കാർക്കും ഡിജിറ്റൽ ബിസിനസ് കൊണ്ടുപോകാമെന്നുള്ളൂ. കാരണം നമുക്കിപ്പോ ജോലിയുടെ ഇടയ്ക്കായാലും നമുക്കൊരു ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ ആ സമയത്തും ബിസിനസ് ചെയ്യാം. ഈ ബിസിനസ്സിന് പ്രത്യേകിച്ച് ഇന്ന സമയത്ത് ചെയ്യണമെന്ന് അങ്ങനെ ഒന്നും നിർബന്ധമില്ല. നമ്മുടെ ഒരു ചെറിയ ഫ്രീ ടൈം മാത്രം മതി ബിസിനസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്തായാലും നമുക്ക് ഈ ബിസിനസ് ചെയ്യാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ വീട്ടിൽ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രെയിനിങ് ഒക്കെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ച് ട്രെയിനിങ്ങുകൾ കേൾക്കും. അതല്ലാതെ ഫ്രീ ആയിട്ട് എപ്പോ ഒരു ചെറിയ ഫ്രീ ടൈം കിട്ടുന്നു ആ സമയത്ത് ഞാൻ ബിസിനസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഓരോ സമയം കണ്ടെത്തുന്നത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും അവിടെ ഒരു എക്സ്ക്യൂസ് ഇല്ല. എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരിക്കലും സമയം കിട്ടാൻ പോണില്ല. അപ്പൊ നമ്മൾ തന്നെയാണ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ സമയം കണ്ടെത്തേണ്ടത്. അപ്പൊ സൗമ്യയുടെ എന്താ അഭിപ്രായം? ഇങ്ങനെ ബിസി പേരൻസിന് ഈ ബിസി പ്രൊഫഷണൽ ആൾക്കാർക്കും ഈ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്നതിനെ പറ്റി സൗമ്യക്ക് എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും കൊണ്ടുപോകാൻ പറ്റും. കാരണം 1.5 വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫുൾ ടൈം ജോലിയും ചെയ്യുന്നുണ്ട്, കൂടുതൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രെയിനിങ് ഒക്കെ ഒരു 2-3 മാസം കൊണ്ടാണ് ഞാൻ ട്രെയിനിങ് തീർത്തത്. കാരണം നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി അതാണ്. കാരണം ഫ്ലെക്സിബിൾ ആണ്. ആരും നമ്മളോട് വന്നിട്ട് ഇന്നത് തീർക്കണം അല്ലെ നാളെ അത് ചെയ്യണം എന്നൊന്നും പറയാൻ പോകുന്നില്ല. നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഓൺ പേസിൽ നമുക്ക് ചെയ്തുകൊണ്ട് പോകാവുന്ന ഒരു ബിസിനസ്സാണ്. ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ എനിക്കൊരു ഹാഫ് ആൻ അവർ ഞാൻ ഇതിനു വേണ്ടി ഇരിക്കും. ഇനി അതെല്ലാം ഓഫ് ആണെങ്കിൽ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യും. പിള്ളേരെ എവിടെയെങ്കിലും ഇപ്പം മക്കൾ പിയാനോ ഒക്കെ പഠിക്കുന്നുണ്ട്, അപ്പൊ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്കൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ടല്ലോ, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഒരു 10% ജോലി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നിഷ പറഞ്ഞാൽ നമുക്കൊരു സ്ട്രോങ് റീസൺ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം, അതായത് നമുക്കൊരു സ്ട്രോങ് വൈ ഉണ്ടാവണം. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നത് അങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരു എക്സ്ട്രാ ഏണിങ്സ് വേണം എന്നുള്ള ആർക്കും ചെയ്യാൻ പറ്റും.
അപ്പോൾ സമയമില്ല എന്നുള്ളതിനകത്ത് എനിക്ക് അതിനകത്ത് അത് ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. നമ്മൾ വിചാരിച്ച നമുക്ക് സമയം ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മൾ എത്രയോ സമയം സോഷ്യൽ മീഡിയയിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് കളയുന്നു. നമ്മൾ സിനിമ കണ്ട് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വെറുതെ കളയുന്ന സമയം മതി ഈ ബിസിനസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ സമയം ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. നമ്മളെപ്പോഴും കുറച്ച് സമയം എന്തായാലും കിട്ടാറുണ്ട്. നിഷ പറഞ്ഞ പോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാറുണ്ട്. കിച്ചണിലൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ സമയം ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല, ഫുൾ ടൈം ജോലിയുടെ കൂടെ പോലും. താങ്ക് യു സൗമ്യ. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി പേഴ്സണൽ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്ത ഒരു ബിസിനസ്സാണിത്. ഞാൻ ഒത്തിരി ആൾക്കാരായിട്ട് ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഒരു മടിയില്ലാതെ ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനുള്ള കഴിവ് ശരിക്കും എനിക്ക് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടിയതാ. അപ്പൊ നമുക്കൊരു പേഴ്സണൽ ഡെവലപ്മെന്റ്, നമുക്കൊരു ഇൻകം മാത്രമല്ല, ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എല്ലാ തരത്തിലും ആരുടെ മുമ്പിലും ധൈര്യത്തോടെ സംസാരിക്കാനുള്ള ആ ഒരു കഴിവും കൂടി നമുക്ക് കിട്ടുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഭയങ്കര ഷൈ പേഴ്സൺ ആയിരുന്നു. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും വരുന്ന ഒരാളോ അങ്ങനെ ഒന്ന് പോസ്റ്റ് ഇടുന്ന ഒരാളല്ലായിരുന്നു. പക്ഷെ എന്നെ ശരിക്കും മാറ്റിയത് ഈ ബിസിനസ്സാണ്. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് ഞാൻ എനിക്ക് കാണുന്നുണ്ട് ഒരുപാട് സക്സസ് പീപ്പിള്. അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് ഇപ്പൊ പോകുന്നത്, അവരൊരു ഡ്രീം ലൈഫിലൂടെയാണ് അവർ പോകുന്നത്. അവരൊക്കെ എന്തുമാത്രം ഇൻകം ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്തു, ഞാൻ എന്തിനാ ഒരു ഷൈ പേഴ്സൺ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആൾക്കാരോട് പറയുന്നതിന് എന്താ കുഴപ്പം? ഇത്രയും നല്ലൊരു അവസരം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. എത്രയോ പേരൻസ് ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അവരിലോട്ട് നല്ലൊരു അവസരമല്ലേ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അത് ചിന്തിച്ചപ്പോ ഞാൻ ഓർത്തു, ഞാനൊരു ഷൈ പേഴ്സൺ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഞാനും ഇറങ്ങി തിരിച്ച് ഞാനിപ്പോ എല്ലാവരോടും സംസാരിക്കാനും ബിസിനസിനെ പറ്റി എല്ലാവരോടും പറയാനും ഒക്കെ ഞാൻ തുടങ്ങി. ഇപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ അതേ ഓരോ സോഷ്യൽ മീഡിയയുടെ ഓരോ പ്ലാറ്റ്ഫോമിനെയും പറ്റി ഞാൻ നന്നായിട്ട് പഠിച്ചു. ഈ ബിസിനസ്സിൽ നിന്നാണ് ആ അറിവെല്ലാം കിട്ടിയത്. ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യണം ഇങ്ങനെയാന്ന് ഇപ്പൊ എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടി. ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ വഴി എങ്ങനെ ബിസിനസ് റൺ ചെയ്യിക്കാം, ഇപ്പൊ 4 ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനും എനിക്കതിന് സാധിക്കും. പിന്നെ എന്റെ ബിസിനസ് ആണിത്. എനിക്കൊരു ഡ്രീം ഉണ്ട്. ആ ഡ്രീമിൽ ഞാൻ എത്തിച്ചേരും എന്നുള്ള ഒരു ഇത് മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് അതിന് റിസൾട്ട് ഒന്നുമില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയി അതിനൊരിക്കലും റിസൾട്ട് ഉണ്ടാവാൻ പോണില്ല. പക്ഷെ നല്ലൊരു കാര്യത്തിൽ ഞാൻ ഇറങ്ങി, ഞാൻ എന്റെ ഡ്രീമിൽ എത്തിയിട്ടേ ഞാൻ നിർത്തൂ. അങ്ങനെ ഒരു വാശിയോട് നമ്മൾ മുന്നിലോട്ട് പോകും. നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഷൈ ഒന്നും ഉണ്ടാവത്തില്ല. ഞാൻ ചെയ്യുന്ന എനിക്ക് ഇൻകം ഉണ്ടാക്കണം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയ വരാനും ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരെ ഇൻകം വരാൻ തുടങ്ങി. അത് മെയിൻ ആയിട്ട് ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടും ഓരോ സോഷ്യൽ മീഡിയ പറ്റി അറിവുള്ളത് കൊണ്ടും ഓരോ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതുകൊണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഇൻകം തരാൻ തുടങ്ങി. അപ്പൊ ഈ ഡിജിറ്റൽ ബിസിനസ്സിലുള്ള വേറൊരു ബെനിഫിറ്റും കൂടിയാണത്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിനെ പറ്റി പഠിക്കാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടർ നോളജ്, ഒരു കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്തവർക്ക് പോലും ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ നിന്ന് നമുക്ക് കമ്പ്യൂട്ടർ പരമായ എല്ലാ അറിവും കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ മെന്റർ ഉണ്ട്, കോച്ച് ഉണ്ട്. നമുക്ക് ഒരു എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. എല്ലാത്തിനും ഹെൽപ്പ് ആൾക്കാരുണ്ട്. എപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ടീമുണ്ട്, ടീമിനോട് ചോദിക്കാം, എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. നമുക്കൊരു ഇന്റർവ്യൂസ് ചെയ്യണമെങ്കിലോ എന്തിനും എല്ലാ ടീമിലുള്ള എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും റെഡിയാണ്. അപ്പൊ ഇത്രയും നല്ലൊരു അവസരം നമുക്ക് വേറെ എങ്ങും കാണാൻ പോകുന്നില്ല. നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എന്തുമാത്രം പൈസ മുടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സമയം അതിന് വേസ്റ്റ് ആവും. സ്റ്റാഫ് വേണം, ഇപ്പൊ സ്റ്റാഫ് ഇല്ലെങ്കിൽ നമ്മൾ അത് വർക്ക് ചെയ്യണം. എന്തെല്ലാം പ്രോബ്ലംസ് ആണ്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല അതെങ്ങനെ ഒരു ബിസിനസ് കൊണ്ടുപോകാന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു ഡിജിറ്റൽ ബിസിനസ് ഇങ്ങനെ ഒരു കമ്പനിയുടെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിക്കുവാണ്. പിന്നെ അപ്പൊ നമുക്ക് ഒരു എക്സ്പീരിയൻസിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് പൈസ മുടക്കും കുറവാണ്. ജസ്റ്റ് ഒരു ലാപ്ടോപ്പോ ഒരു സ്മാർട്ട് ഫോണോ മാത്രം മതി ബിസിനസ് ചെയ്യാൻ. നമ്മുടെ ഒരു ഫ്രീ ടൈം മാത്രം മതി ബിസിനസ് ചെയ്യാൻ. അതുമാത്രമല്ല നമ്മുടെ മക്കൾക്ക് കൈമാറാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. എത്രയോ പിള്ളേര് ഇങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവർക്ക് അവരുടെ ഒരു ഫ്രീ ടൈം, ഒരു 18 വയസ്സ് കഴിഞ്ഞ മക്കൾക്ക് അവരുടെ ഫ്രീ ടൈം ഒരു ബിസിനസ്സിന് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവര് നല്ലൊരു ഇൻകത്തിൽ എത്തുകയും ചെയ്യും. അവർക്ക് വേറെ ഒരു ജോലിക്കും പോകേണ്ട ആവശ്യം വരില്ല. അവർക്ക് ഒരു 25-30 വയസ്സാവുമ്പോൾ അവർക്ക് റിട്ടയർഡ് ആയിട്ട് വീട്ടിലിരിക്കാം. അത്രയും നല്ലൊരു അവസരമാണ്. അത് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ലൈവിൽ വന്ന് എല്ലാവരോടും പറയുന്നത്, ഇത്രയും നല്ലൊരു അവസരം ആരും മിസ് ചെയ്യരുതെന്ന്. അത്രയും ബെനിഫിറ്റുകളാണ് നമുക്ക് ഈ ഡിജിറ്റൽ ബിസിനസ്സിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗമ്യക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മുടെ ട്രെയിനിങ് സൈറ്റും നമ്മുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയും ഓവറോൾ ഒരു എക്സ്പീരിയൻസ് എന്താണ് ഈ ബിസിനസ്സിൽ നിന്ന്? അതായത് നിഷ പറഞ്ഞ പോലെ പേഴ്സണൽ ഗ്രോത്ത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ബിസിനസ്സിൽ വരുമ്പോൾ ഒരു ഇൻകവും ഏണിങ്സും മാത്രമല്ല, നമ്മൾ ഓവറോൾ നമുക്കൊരു മാറ്റം വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരു പോസിറ്റീവ്
പോസിറ്റീവായിട്ടിരിക്കാനും നമ്മുടെ മൈൻഡ് സെറ്റ് മാറി, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വന്നു. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ ഒരു 2.5 ലക്ഷത്തിന് മേലെ ആൾക്കാർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ട് ആവുക എന്ന് പറയുന്നത് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വീക്ക് ആണെന്ന് തോന്നിയാൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് പോവില്ല. കാരണം നമുക്ക് എപ്പോഴും നല്ലൊരു ടീമുണ്ട് നമ്മുടെ കൂടെ. നമ്മളെ എപ്പോഴും എന്താ പറയാ, നമ്മുടെ എല്ലാവരും ഈ ഒരു സെയിം പാത്തിൽ പോകുന്ന ആൾക്കാരാണ്. പിന്നെ എന്താ പറയാ, നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പല ആൾക്കാരും അങ്ങനെയാണ്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് കഴിവില്ല, എനിക്കിത് മാത്രമേ അറിയുള്ളൂ. ഞാൻ അങ്ങനെ നഴ്സിംഗ് അല്ലാതെ വേറെ ഒരു ജോലി അറിയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നവരെ. പക്ഷെ ഇതിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ജോലിയിലെ കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ ഈ ബിസിനസ് ടെക്നിക്കലായിട്ടൊന്നും എനിക്ക് ഒരു കാര്യം, കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളോ അങ്ങനെയൊന്നും, വളരെ ബേസിക് ആയിട്ട് മാത്രം കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മുടെ ട്രെയിനിങ് സൈറ്റ്, നമുക്ക് എന്താ പറയാ, ഒരാൾ നമ്മുടെ അടുത്ത് വന്നു നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പോലെയുള്ള ട്രെയിനിങ് സൈറ്റ് ആണ്. ഓവർ ദ ഷോൾഡർ കൈൻഡ് ഓഫ് നമ്മളെ തൊട്ട് കാണിച്ചു തന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന പോലെ നമുക്ക് ആ ട്രെയിനിങ് സൈറ്റ് നോക്കിയിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാവുന്ന ബിസിനസ്സാണ്. അപ്പോൾ എന്താ പറയാ, ട്രെയിനിങ് സൈറ്റ് അങ്ങനെയാണ്, കമ്മ്യൂണിറ്റി അങ്ങനെയാണ്. കമ്മ്യൂണിറ്റി മെമ്പർ നമുക്ക് എപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമോ കാര്യങ്ങളോ ചെയ്താൽ നമ്മുടെ മെന്റർ ഉണ്ട്, നമുക്ക് അവർ എപ്പോഴേലും റീച്ച് ഔട്ട് ചെയ്യാം. നമുക്ക് കോച്ചുണ്ട്. ഇനി അവർ രണ്ടുപേരും ഇൻ കേസ് ഡിഫറെന്റ് ടൈം സോണോ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമുക്കുണ്ട്. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് പോലെ തന്നെ നമുക്ക് ബിസിനസ്സിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ടൈം സോണിലുള്ള ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ തന്നെ നമുക്ക് റെസ്പോൺസ് കിട്ടും. നമ്മൾ ഒരിക്കലും സ്റ്റക്ക് ആവുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ബിസിനസ് വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പൊക്കോളും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം എന്താ പറയാ, ബിസിനസ്സിൽ വന്നതിന് ശേഷം കിട്ടിയ ഒരു ചേഞ്ചസ് ആണ്. അതുപോലെ അറൌണ്ട് ദ ഗ്ലോബിൽ പല പല കൺട്രിയിലുള്ള ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പല ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻസ് നമുക്ക് വന്നു. ഫാമിലി പോലെ അത്രയും ബന്ധമുള്ള, അത്രയും എപ്പോഴും ഡെയിലി സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഡെയിലി സംസാരിക്കുന്നു. അത്രയും പോസിറ്റീവായിട്ട് ഭയങ്കര ചേഞ്ചസ് ആണ്. അതെനിക്കറിയില്ല, നമ്മളിപ്പോ ഈ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് എന്തുമാത്രം കണക്ട് ആവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താ പറയാ, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, കാർത്തിക ഫ്രം ന്യൂസിലൻഡ്, ഇന്നുണ്ടായിരുന്നു എലിസബത്ത് അയർലൻഡിൽ തന്നെയുള്ള ആളാണ്, റിനി ഫ്രം ഓസ്ട്രേലിയ. ഇപ്പൊ അങ്ങനെ നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവരെ ആരും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഒരു ഫാമിലി പോലെ റിലേഷൻസ്, നമുക്ക് കണക്ഷൻസ് കിട്ടുന്നു. ഇതൊക്കെ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം കിട്ടിയ കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിഷ. ഓക്കെ, താങ്ക് യു സൗമ്യ. അപ്പൊ എനിക്ക് ഫൈനൽ അഡ്വൈസ് ആയിട്ട് ഓഡിയൻസിനോട് പറയാനുള്ളത്, ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും നല്ല അവസരങ്ങൾ മിസ് ചെയ്യരുത്. ചിലപ്പോൾ പലർക്കും പല നെഗറ്റീവ് ചിന്താഗതികൾ ഉണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത, അങ്ങനെ ഡിജിറ്റൽ ബിസിനസ് ഒരുപാട് കാണും. പക്ഷെ ഏതാണ് നല്ല ബിസിനസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാവരും വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി വരുന്ന ജനറേഷൻ, അവരൊന്നും ഇതേപോലെ കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും കമ്പ്യൂട്ടറിലും വീട്ടിലിരുന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെ എല്ലാവരും നോക്കി നടക്കുന്നേ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ എല്ലാം ഫ്യൂച്ചർ തന്നെ ഒരു ഡിജിറ്റലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഇപ്പം എല്ലാം മെഷീൻ ആയിക്കൊണ്ടിരിക്കും. ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഇല്ലാതെ ജീവിക്കാൻ ഭയങ്കര പാടായിരിക്കും. എല്ലാ സാധനങ്ങൾക്കൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും തന്നെ എല്ലാം ബില്ലും അതിന്റെ ബില്ലുകളെല്ലാം ഹൈ ആയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു എക്സ്ട്രാ ഇൻകം ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു പോകുന്നു തോന്നുന്നുണ്ടോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അത്രയും നല്ലൊരു ഡിജിറ്റൽ അവസരമാണ് ഞങ്ങളിപ്പോ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിസിനസിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ വെബ്സൈറ്റ് ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ആ വെബ്സൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്താലും ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ആൾക്കാർ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന്. ഒരുപാട് പ്രൊഫഷണൽ ജോലിക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ ആഗ്രഹിക്കുന്നത് വീട്ടിലിരുന്ന് ഒരു എക്സ്ട്രാ ഇൻകം അതെങ്ങനെ ഉണ്ടാക്കാം. അതിന് ഇത്രയും നല്ല, അതും നമ്മുടെ ഒരു ഫ്രീ ടൈം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ ഈ ബിസിനസ് ചെയ്യാനായിട്ട്. അതെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ സമയം എടുത്തില്ലെങ്കിൽ എന്നും ഈ തിരക്ക് പിടിച്ച ലൈഫിലൂടെ പോകാന്ന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഏതെങ്കിലും കാലത്ത് നമുക്ക് വയ്യാണ്ടായി ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ നമ്മുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ഇൻകം ഒന്നും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഇതേപ്പറ്റി ചിന്തിക്കുക. നല്ലൊരു ബിസിനസ് ഇത്രയും ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഇത്രയും ലൈവിൽ വന്ന് ഇവർ സംസാരിക്കുന്നു. അപ്പൊ അതൊരു നല്ലൊരു അവസരമല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഈ രജിസ്റ്റർ ചെയ്തത് കൊണ്ട് ഒരു നഷ്ടം വരാൻ പോണില്ല.
ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കമ്പനി നേരിട്ടൊരു വീഡിയോ കണ്ടു നോക്കുക. പിന്നെ താല്പര്യമാണെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ ഇതാണ് എനിക്ക് ഫൈനൽ അഡ്വൈസ് തരാനുള്ളത്. അപ്പൊ സൗമ്യക്ക് എന്താ ഓഡിയൻസിനോട് ഒരു ഫൈനൽ അഡ്വൈസ് കൊടുക്കാൻ? എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഇപ്പൊ ഞങ്ങളെ കാണുന്ന ആരെങ്കിലും, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഏണിങ്സ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ, കാരണം ഇപ്പൊ നഴ്സുമാരൊക്കെയാണ് വിചാരിക്കും, ഓക്കെ ഞങ്ങളുടെ ജോലിക്ക് റിസ്ക് ഒന്നുമില്ല, ഞങ്ങൾക്കൊരു ഗവൺമെന്റ് ജോബാണ്, പെർമനന്റ് ജോബാണ്, പക്ഷെ റിസ്ക് ഇല്ലായിരിക്കാം, പക്ഷെ നമുക്ക് എത്ര നാൾ ഈ ജോലി ചെയ്യാൻ പറ്റും? ഇപ്പോൾ 19 വർഷമായ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ അല്ല ഇപ്പോൾ. നമുക്ക് ഫിസിക്കലി ഡിമാൻഡിങ് ആണ് നമ്മുടെ ജോബ്. നമുക്കൊരു ഇവിടുത്തെ ഒരു റിട്ടയർമെന്റ് ഏജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 65 ഇയേഴ്സ് വരെയൊക്കെ ഈ ഒരു നഴ്സിംഗ് ജോബ് ചെയ്തുകൊണ്ട് പോകുന്നത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മുടെ മോർഗേജും എല്ലാം നമുക്ക് അടയ്ക്കണം. അതുവരെ നമുക്ക് അടച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ അവേഴ്സ് ഒന്ന് കട്ട് ഡൗൺ ചെയ്യണം, എയർലി റിട്ടയർമെന്റ്, അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ജോബ് സേഫ് ആയിരിക്കാം, പക്ഷെ എന്നാലും നമുക്കത് എത്രമാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എത്ര നാൾ നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആലോചിക്കുക. പിന്നെ ബാക്കിയുള്ള ആൾക്കാരാണ് ഇപ്പം നിഷ പറഞ്ഞ പോലെ ഒത്തിരി ജോലി പോകുന്ന, ഒത്തിരി ലേ ഓഫും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. AI പോലെയുള്ള കാര്യങ്ങളെല്ലാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്ന് ഒത്തിരി ആൾക്കാർ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ആൾക്കാരെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മൾ എന്താ പറയാ, ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാലും അവിടെ എല്ലാം പലതിലും ആ ഒരു എന്താ പറയാ ആൾക്കാർ കുറവാണ്, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി. അപ്പോൾ ഏത് ഫീൽഡിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു എന്താ പറയുക പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ഫുൾ ടൈം ജോലിയുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത് സ്ലോലി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. ഇതൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം ഒന്നും അല്ല. ഇത് ഇപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത നെക്സ്റ്റ് മന്ത് പോലെ നമുക്കൊരു ഹ്യൂജ് ഏർണിങ്സ് ഒന്നും വരുന്ന ബിസിനസ് അല്ല. പക്ഷെ നമുക്കൊരു ലീഗൽ ആയിട്ടുള്ള, നമ്മൾ ടാക്സ് പേ ചെയ്ത് നിഷ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾക്ക് കൈമാറാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പം ഗ്രാജുവലി നമുക്കിത് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ വിചാരിക്കുന്നത് നമ്മളൊരു ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെക്കുന്ന പോലെയാണ്. നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ നമ്മൾ സേഫ് ആക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ തിങ്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എപ്പോഴും വരണമെന്നില്ല. നമ്മൾ ഓക്കെ സമയമില്ല പിന്നെ ആവട്ടെ എന്നൊക്കെ കരുതിയിരുന്നാൽ നമ്മൾ എപ്പോഴും അങ്ങനെ മാറ്റിവെച്ച് മുന്നോട്ട് പോകും. സോ അതുകൊണ്ട് ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് എ സെക്കൻഡ് സ്ട്രീം ഓഫ് ഏണിംഗ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരാളാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെയോ നിഷയോ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും ബിസിനസ് മെന്റേഴ്സും ആണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സെറ്റപ്പ് ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത്ര എനിക്ക് പറയാനുള്ളൂ. നിഷ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സൗമ്യ. അപ്പൊ ഇന്നത്തെ വീഡിയോ, ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ ആരൊക്കെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അത്രയും നല്ലൊരു അവസരമാണ് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങൾ ഇനി വേറൊരു ദിവസം ഇനി അടുത്തൊരാളുമായിട്ട് ഞാൻ ലൈവ് വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ലൈവ് സെഷൻ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ. താങ്ക് യു. ബൈ. താങ്ക് യു.